ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വരാനുണ്ടായ ഒരു കാരണം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന വളരെയധികം വിവാദമായി നിൽക്കുന്ന ഹണി റോസ് ബോച്ചെ വിവാദത്തെക്കുറിച്ച് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹണി റോസ് ബോച്ചയ്ക്കെതിരെ കേസ് കൊടുക്കുകയും ദ്വയാർത്ഥത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെ ബോച്ചയ്ക്കെതിരെ ഹണി റോസ് കേസ് കൊടുക്കുകയും അദ്ദേഹം ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലായിരിക്കുകയുമാണ്. 2 ദിവസമായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. ഒരുപക്ഷെ ചൊവ്വാഴ്ചത്തേക്കാണ് പുതുതായിട്ട് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ദ്വയാർത്ഥങ്ങൾ പരാമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ബോച്ചെ എന്ന വളരെ വിശാല മനസ്കതയുള്ള സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമൂഹത്തിൽ അത്രയധികം അറിയപ്പെടുന്ന വ്യക്തിയായ അദ്ദേഹം ഈ ഒരു ക്യാരക്ടറുള്ള ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഒരുപാട് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഈ ഒരു സംഗതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ അതിനെതിരെ കമൻറ്റുകൾ ആ വീഡിയോക്ക് താഴെ നമ്മൾ രേഖപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ടത് കിട്ടിയെന്ന് തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനതയും വിശ്വസിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഹണി റോസിൻ്റെ ഈ ഒരു വസ്ത്രധാരണത്തിലുള്ള പിശക്, ഇത് നമ്മൾ എല്ലാവരും ആദ്യം മുതലേ ഹണി റോസിൻ്റെ വീഡിയോക്ക് താഴെ, പോസ്റ്റിന് താഴെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായും സ്ത്രീകൾക്ക് അപമാനകരമാകുന്ന തരത്തിലുള്ള വസ്ത്രധാരണം തന്നെയാണ് ഹണി റോസിൻ്റേത് എന്ന് പറയാതെ വയ്യ. അതിനൊരു പക്ഷേ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ രംഗത്ത് വന്നപ്പോൾ അവരാണ് ഇതിവിടെ ഇത്രയധികം സോഷ്യൽ ബുള്ളിങ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ഉണ്ടാക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കപ്പെടുകയാണ് മറ്റു മാധ്യമപ്രവർത്തകർ. ഒരിക്കലും അല്ല. കാരണം രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ്. പക്ഷേ നമ്മൾ ഒരുപാട് സ്ത്രീകൾ ഇത് നേരത്തെ അവരുടെ വീഡിയോക്ക് താഴെ അല്ലെങ്കിൽ പോസ്റ്റിന് താഴെ നമ്മൾ വിമർശിച്ചിട്ടുള്ളതാണ്. അതൊന്നും വിലപ്പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും മാന്യമായി വസ്ത്രം ധരിച്ചു പോകുമ്പോഴും, അല്ലെങ്കിൽ ഒരുപക്ഷെ എന്തിനേറെ പറയുന്നു, നിക്കാബ് ധരിച്ചു പോകുന്ന സ്ത്രീകൾക്ക് വരെ പല കമൻസ് നേരിടേണ്ടി വരാറുണ്ട്. പലപ്പോഴും പലതരത്തിലുള്ള മോശം കമൻസുകൾ നേരിടേണ്ടി വരാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സംസ്കാരം അത്രയേറെ പരിതാപകരമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കേരള ജനതയുടെ വലിയൊരു ശാപമായി തീർന്നിരിക്കുന്നത്. ഒരു ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞ് വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് സംസ്കാരം തീരെ ഇല്ലാതായി പോയി എന്നുള്ളതാണ്. അതിലുപരി ഇവർ ഇത്രയധികം വൾഗറായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്നത് എന്തായിരിക്കുമെന്ന് ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് അറിയാം. അവർക്കും അറിയാതെ പോവില്ല ഒരിക്കലും. എന്നിട്ടും അവരത് നേരിടാൻ തയ്യാറായിട്ടാണ് ഇത്രയും സമൂഹ മധ്യത്തിൽ അവർ ഇത്രയും വൾഗറായിട്ടുള്ള ഒരു വേഷം ധരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇന്ന് ബോച്ച ആയതുകൊണ്ട് ഇത് അറിയപ്പെട്ടു എന്ന് മാത്രം. പക്ഷെ നമ്മളെല്ലാം ഇത് വിമർശിച്ചിട്ടുണ്ട് പലപ്പോഴും. ഒരുപാട് പേർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒട്ടുമിക്ക സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാർ ഒരുപക്ഷെ പറയാത്തത് അത് ആസ്വദിക്കാനുള്ള ടെൻഡൻസി കൊണ്ടായിരിക്കാം. എന്നാലും പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻ്റ് ഇടുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്തിനാണ് ഇവർ ഇങ്ങനെ വെച്ച് കെട്ടി വരുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ആക്ഷേപിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തായാലും അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതിൽ നമ്മൾ കൈ കടത്തുന്നില്ല. പക്ഷെ അവരിതിനെ നേരിടാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപക്ഷെ നമ്മളെല്ലാം ഈ ഹണി റോസിനെ പോലെ എന്താ പറയുക, ഇങ്ങനെ പുറത്തു പോവുകയാണ്. നമ്മളെല്ലാം നേരിടാൻ പോകുന്ന പ്രശ്നം അത് തന്നെയാണ്. അതുകൊണ്ടല്ലേ എല്ലാവരും മാന്യമായി കേരളത്തിൻ്റെ സംസ്കാരം മാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ പുറത്തു പോകുന്നത്. നമ്മൾ കേരളത്തിലാണല്ലോ. ആ ഒരു സംസ്കാരത്തിൽ ഒരിക്കലും ഇതുപോലൊരു വേഷം ധരിച്ച് സമൂഹ മധ്യത്തിൽ പോയിരിക്കുക എന്നുള്ളത് ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്. അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എന്തോ ലാഭം കിട്ടാനുണ്ട്. ആ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അവരത് പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഞാൻ ഈ പറയുന്നതിനെതിരെയും താഴെ വന്ന് കമൻസുകൾ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ടായിരിക്കാം. ഒരുപക്ഷെ പി സി ജോർജിനെ പോലെയുള്ള ഒരു വ്യക്തി വന്ന് ഒരു സമൂഹത്തെ തന്നെ
വർഗീയ അധിക്ഷേപം നടത്തിയിട്ടും അത് ശ്രദ്ധിക്കാതെ പോയത് ഈ ഒരു വിഷയം കൊണ്ടാണ്. ഈ ഒരു വിഷയം കത്തി നിൽക്കുമ്പോൾ ആ ഒരു വിഷയം അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതായിരുന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ ഹണി റോസിനെ പോലെയുള്ള ഇത്തരം ബോച്ചയെ പോലെയുള്ള ഇത്തരം കേസുകൾക്ക് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ പരിതാപകരമായിട്ടുള്ള വളരെയധികം വേദനാജനകമായിട്ടുള്ള സംഗതികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കിട്ടാത്ത പ്രസിദ്ധിയാണ്, അല്ലെങ്കിൽ അതിനെല്ലാം കിട്ടാത്ത തരത്തിലുള്ള ഒരു പരിഗണനയാണ് ഈ ഒരു വിഷയത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പല മാധ്യമങ്ങളും തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് പബ്ലിക് വോയിസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ കേൾക്കാം, ഒട്ടുമിക്ക സ്ത്രീകളും പറയുന്നത് തന്നെ ഒരിക്കലും ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല, ഹണി റോസിൻ്റെ ഈ ഒരു വസ്ത്രധാരണത്തോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ബോച്ചയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ബോച്ചയെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ച പറഞ്ഞത് തെറ്റാണ്, പക്ഷെ ബോച്ചയ്ക്ക് എന്നുള്ള ശിക്ഷ കിട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അങ്ങനൊരു വാർത്ത വന്നത് തന്നെ അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയാണ്. അതുപോലെ തന്നെ തുല്യമായ നീതി ഇവിടെ നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാ സ്ത്രീകളുടെയും അഭിപ്രായം. അതിൽ വളരെ റയർ കേസുകളാണ് ഹണി റോസിനെ പോലെയുള്ള വേഷം ധരിച്ചു വരുന്നവരോ അല്ലെങ്കിൽ അതിനെ അങ്ങനെ അംഗീകരിക്കുന്ന ആളുകളൊക്കെ ഇതുപോലെ അവർ സപ്പോർട്ട് ചെയ്തു വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പറയുന്ന മാന്യമായ ഡ്രസ്സ് ഇട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയധികം കേൾക്കേണ്ടി വരുമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്ത്രീകൾക്ക് തന്നെ ഹണി റോസിൻ്റെ വസ്ത്രധാരണം അപമാനകരമാകുന്നു എന്ന് പറഞ്ഞതിൽ വളരെയധികം കമൻസുകൾ നമ്മൾ കേൾക്കാൻ ഇടവരുന്നത് കൊണ്ടാണ്. നമ്മൾ അത്ര ഒരു വൾഗർ വസ്ത്രധാരണം അല്ലെങ്കിൽ പോലും വളരെ മാന്യമായി ഡ്രസ്സ് ധരിച്ചാൽ പോലും ഹണി റോസിനെ വെല്ലും അല്ലെങ്കിൽ ആ ഹണി റോസിനെ പോലെ എന്നൊക്കെ പറഞ്ഞ് ആ കമൻസുകൾ വരുമ്പോൾ തന്നെ നമുക്ക് നാണക്കേടുണ്ടാക്കാറുണ്ട് പല സാഹചര്യങ്ങളിലും. അപ്പോൾ തീർച്ചയായും നമ്മൾ പെൺകുട്ടികളോട് ചോദിക്കുക, ഒരുപാട് കമൻസുകൾ കേൾക്കുന്നവരാണ് ഇവരെല്ലാം ഈ ഹണി റോസിൻ്റെ പേര് വെച്ച്. അപ്പോൾ അതിനെല്ലാം സാഹചര്യം ഒരുക്കുന്നത് ഹണി റോസ് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ബോച്ചയ്ക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഹണി റോസിന് അതിനുള്ള ശിക്ഷ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നില്ല, രണ്ടുപേരെയും തുല്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ പ്രതികരിച്ച് നമുക്കറിയാം. ഹണി റോസിൻ്റെ വസ്ത്രധാരണം ശരിയല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതിനെതിരെ വലിയ തോതിൽ ചാനലുകാർ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ വളരെയധികം ആഞ്ഞടിക്കുന്നുണ്ട്. കാരണം അദ്ദേഹമാണ് ഇവിടെ വലിയൊരു സംഘർഷം സൃഷ്ടിക്കുന്നത്. ഹണി റോസിനെതിരെ, ഹണി റോസിൻ്റെ കുടുംബത്തിനെതിരെ അദ്ദേഹം വളരെയധികം സൈബർ ആക്രമണത്തിന് ഒരു സംഘടന അല്ലെങ്കിൽ മൊത്തം ആളുകളെ തന്നെ സംഘടിപ്പിക്കുകയാണ് അദ്ദേഹം എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാഹുൽ ഈശ്വർ ഇത് ശബ്ദിച്ചു. പക്ഷേ എത്രയോ നാളുകളായി ഈ കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും അല്ലെങ്കിൽ ഒട്ടുമിക്ക പുരുഷന്മാരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അവർക്കെതിരെ പല ട്രോളുകൾ ഇറക്കുന്നുണ്ട്, പല കോമഡികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് അവർക്കിത് മനസ്സിലാകാതെ പോയത്? ഹണി റോസിന് മനസ്സിലാകാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ എന്നോ മുതൽ ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇത് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് വന്ന രാഹുൽ ഈശ്വർ, ഇന്നലെ അഭിപ്രായം പറഞ്ഞ രാഹുൽ ഈശ്വരല്ല ഒരുപക്ഷെ ഇങ്ങനെ കേരള ജനതയ്ക്കിടയിൽ ഇത്തരമൊരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ ഇവർക്കെതിരെ, ഹണി റോസിനെതിരെ ഇങ്ങനെയൊരു അഭിപ്രായം പറയാനുള്ള പ്രേരണ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നേരത്തെ ഇവിടെ ഒട്ടുമിക്ക സ്ത്രീകളും പുരുഷന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പല കാര്യങ്ങളിൽ നമുക്ക് പലരോടും പല അഭിപ്രായങ്ങളോടും യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു കാര്യത്തോട് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളോട് യോജിക്കേണ്ടി വരുന്നതാണ്. അത് ഒട്ടുമിക്ക സ്ത്രീകളും യോജിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള അവസരം, കാരണം നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പബ്ലിക് വോയിസ് എടുത്തിട്ടുണ്ട് ഒരു ചാനൽ, ഒരു മാധ്യമ പ്രവർത്തക. ആ പബ്ലിക് വോയിസിൽ തീർച്ചയായിട്ടും എല്ലാ അമ്മമാരും എല്ലാ സ്ത്രീകളും ഒക്കെ ഒട്ടുമിക്ക പുരുഷന്മാരും പറഞ്ഞിരിക്കുന്നത് ഹണി റോസിനെ തന്നെയാണ്. ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും. അത് മറ്റൊരു കാര്യം, മറ്റൊരു വശം.
പക്ഷെ ബോച്ചയ്ക്ക് കിട്ടാനുള്ളത് കിട്ടി, ഹണി റോസിനും കൂടി കിട്ടേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. തീർച്ചയായും എൻ്റെ ഒരു പേഴ്സണലി ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇവിടെ ഹണി റോസും തെറ്റുകാരിയാണ്, ബോച്ചയും തെറ്റുകാരനാണ് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.